ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഞണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുക്കറിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം. ഞണ്ടിൻ്റെ സീസണൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഞണ്ടൊക്കെ കിട്ടുമല്ലോ. ആ സമയത്ത് ഉണ്ടാക്കി തന്നെ നോക്കണം. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഞാൻ റെസിപ്പി പറയാം. ആദ്യം നമ്മൾ ഞണ്ട് നന്നായി കഴുകി എടുത്തിട്ടുള്ള ഞണ്ടാണിത്. നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ആ ഞണ്ടിലേക്ക് നമുക്ക് ആവശ്യമായ ഉള്ളി, പച്ചമുളക്, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന, ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ പട്ടയുടെ ലീഫും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുക്കർ സ്റ്റൗവിൽ വെച്ച് ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കേണ്ടതാണ് നമുക്ക്. അതിലേക്ക് നമ്മൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മൾ ചിക്കനിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഗരം മസാല പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. പിന്നെ ഗൈസ്, ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ ഉമ്മൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്. എന്തായാലും അതുപോലെ ഗീയും യൂസ് ചെയ്യുക, 1 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ അവിടെ കല്ലുപ്പ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതുപ്പ് വേണേലും എടുക്കാവുന്നതാണ്. ഇനി നമ്മളെ മെയിനായിട്ടുള്ള സാധനമാണ് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല മിക്സ് ആവണം കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും ചേരുവകൾ ചേർന്നിട്ട് ആ മിക്സിങ്ങിലാണ് ഏറ്റവും നമ്മുടെ ആ ടേസ്റ്റ് കിടക്കുന്നത് തന്നെ മിക്സിങ്ങിലാണ്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഞണ്ടെടുക്കുക, എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതുപോലെ തന്നെ ഞണ്ടിലൊക്കെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ മസാല പിടിക്കുന്ന ലെവലിന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇടാനുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഞണ്ട് നമ്മൾ കുക്കറിൽ തന്നെ 15 മിനിറ്റ് ഒന്ന് അടിച്ച് വെക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ചോറിനുള്ള കാര്യങ്ങൾ ഒരുക്കുക. ഓയിലൊഴിച്ചു, നെയ്യിട്ടു, ക്യാരറ്റ്, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട, ലീഫ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഏകദേശം ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ എത്രയാണോ അളവിൽ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ അട്ടിക്ക് നമുക്ക് വെള്ളം വെച്ചെടുക്കാം. അങ്ങനെ വെള്ളം വെച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കഴുകി വെച്ചിട്ടുള്ള അരി അതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് കൈമ റൈസ് ആട്ടോ, അതിനെ കൊണ്ടാണ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ളത്. അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് വേവൊന്നും വേണ്ട, ഒരു ഹാഫ് വേവിൽ നമുക്ക് എടുക്കണം നമുക്ക്. അപ്പോൾ ഹാഫ് വേവിലേക്ക് എടുക്കുന്ന ലെവലിനാക്കാം. ഇത് നമ്മുടെ ചോറ് നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരെ കുക്കറിലേക്ക് മിക്സ് ആക്കിയേക്കാണ്. ഹാഫ് വേവാണ് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് മിക്സ് ആക്കിയിട്ട് ഒറ്റ വിസിൽ മതി. ഇത് നമ്മൾ നേരെ മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുമാണ്. അതാണ് മെയിനായിട്ട്. ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സേവ് ചെയ്യാം. ഇതാ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മസാല ഒന്ന് മിക്സ് ആക്കാൻ പറ്റുള്ളൂ. അതിനെ കൊണ്ടാണ് ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. കുക്കറിലാകുമ്പോൾ മിക്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മിക്സിങ്ങിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ആ മസാല എല്ലാ ഭാഗങ്ങളിലും പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ആ താഴയിൽ മാത്രം, ആ ഞണ്ടിൽ മാത്രമായിരിക്കും മസാല. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ കാര്യം പറയാം, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സാധനമാണല്ലോ ഞണ്ട്. എന്തായാലും
എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എപ്പോഴും കിട്ടണ എനിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളതാണ് ഞണ്ട് ബിരിയാണിയും ഒക്കെ. എന്തായാലും കഴിച്ച് നോക്കണം. അപ്പം നമ്മളിത് മിക്സ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടത് നേരെ നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. മോനെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. എന്തായാലും കഴിച്ച് നോക്കുക നിങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.